നമസ്കാരം. നിലമ്പൂർ പോത്തുകലിൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ വീടുകളിലേക്കും വാഹനങ്ങൾക്ക് മുകളിലേക്കും വീണു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാത്രി 8:30യോടെയാണ് ചുഴലിക്കാറ്റുണ്ടായത്. അരമണിക്കൂറോളം ചുഴലിക്കാറ്റ് നീണ്ടു നിന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. മരങ്ങൾ കടപുഴകി വീണതോടെ ഗതാഗതം നിലച്ചു. നേരം പുലർന്നതോടെ ഗതാഗത തടസ്സം നീക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗതാഗത തടസ്സം നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഊർജിതമായതായി പുരോഗമിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് പറയുന്നത്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ഉൾപ്പെടെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. തെക്കു കിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലും ന്യൂനമർദ്ദമുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും അടുത്ത മണിക്കൂറിൽ രൂപപ്പെട്ടേക്കും. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. അതേസമയം കേരളത്തിൽ തുലാവർഷമെന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ കാലവർഷത്തിൽ മഴ പെയ്യുന്ന രീതി ഇക്കുറി ഇതുവരെ പതിവ് രീതിയിലല്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. സാധാരണ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി ഉണ്ടാകുന്ന തുലാവർഷം ഇത്തവണ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പെയ്യുകയാണ്. വടക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലുമായാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇടുക്കിയിലും കോഴിക്കോടും മലപ്പുറത്തും മഴ കാരണം കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അറബിക്കടലിലെ ന്യൂനമർദ്ദമാണ് മഴയുടെ രീതിയിലുണ്ടായ വ്യതിയാനത്തിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ മഴ വരും ദിവസങ്ങളും തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴയാണ് ലഭിച്ചത്. കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ കാലവർഷത്തിൽ മഴ പെയ്യുന്ന രീതിയാണ് ഇക്കുറി ഇതുവരെ പതിവ് രീതിയിലല്ല എന്ന് വിദഗ്ധർ പറയുന്നത്. വടക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലുമാണ് മഴ തകർത്ത് പെയ്യുന്നത്. ഇടുക്കിയിലും കോഴിക്കോടും മലപ്പുറത്തും മഴ കനത്ത നാശനഷ്ടം വരുത്തുകയും ചെയ്തു. അറബിക്കടലിലെ ന്യൂനമർദ്ദമാണ് മഴയുടെ പാറ്റേണിലെ വ്യതിയാനത്തിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ മഴ വരും ദിവസങ്ങളിലും തുടരും. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന സാഹചര്യമാണ് കേരളത്തിലെ മഴ ഭീഷണി ശക്തമാക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുലാവർഷം ഔദ്യോഗികമായി ആരംഭിച്ച ഒരാഴ്ച പിന്നിട്ടപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 37% അധിക മഴയാണ് ലഭിച്ചത്. കൂടുതൽ തൃശൂർ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതലും ലഭിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അടുത്ത മണിക്കൂറിൽ തെക്കു കിഴക്കൻ അറബിക്കടലിൽ കൂടി വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങി മധ്യ കിഴക്കൻ അറബിക്കടലിലേക്ക് നീങ്ങുവാനാണ് സാധ്യത. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് തുടർന്ന് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി തെക്കൻ കർണാടകയിലൂടെ കടന്നുപോയി അടുത്ത മണിക്കൂറുകളിൽ കിഴക്കൻ മധ്യ അറബിക്കടലിന്റെയും അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ അറബിക്കടലിന്റെയും ഭാഗങ്ങളിലേക്ക് എത്താനാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇത് ഇന്ന് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ഇത് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി തുടർന്ന് അടുത്ത മണിക്കൂറിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാനും സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയതോ ഇടത്തരം മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ ആണ് സാധ്യത. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. 26-നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കുക. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനിടെ തുടർച്ചയായി പെയ്ത മഴയിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. അയിരൂപ്പാറ, മയിലാടുമുകൾ, പൂടിക്കോടത്ത് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുമതിലാണ് ഇടിഞ്ഞു വീണത്.
കന്യാകുമാരി ജില്ലയിൽ മഴ തുടർന്നു പെയ്യുന്ന സാഹചര്യത്തിൽ പരക്കെ നാശനഷ്ടങ്ങളുണ്ടായി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 6 വീടുകൾ ഭാഗികമായി തകർന്നു. കുലശേഖരത്തിന് സമീപം മാടത്തുകോണത്ത് വ്യാഴാഴ്ച പുലർച്ചെ പുളിമരം കടപുഴകി വീണതിൽ ഒരു വീട് തകർന്നു. മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന വീടിന്റെ ഉടമ ശാരദയ്ക്ക് മേൽക്കൂരയും ചുമരും തകർന്നു വീണാണ് പരിക്കേറ്റത്. വിവിധ സ്ഥലങ്ങളിൽ റോഡുകൾ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നുണ്ട്. വടക്കു കിഴക്കൻ മഴക്കാലം ശക്തി പ്രാപിച്ചു വരുന്നതിനാൽ 52 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കി തിരുപ്പൂർ ജില്ലാ ഭരണകൂടം. മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലുടനീളം വെള്ളക്കെട്ട് സാധ്യതയുള്ള 41 പ്രദേശങ്ങൾ കണ്ടെത്തി. ഇതിൽ തിരുപ്പൂർ നഗരത്തിലുള്ള ജമുന കനാൽ, സങ്കലിപ്പളം കനാൽ, നെയ്യാർ നദി എന്നിവയുടെ തീരങ്ങളിൽ തീവ്ര വെള്ളക്കെട്ട് സാധ്യതാ മേഖലകളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധിക മഴയുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി റവന്യൂ വൃത്തങ്ങൾ പറഞ്ഞു. ചില പ്രധാന ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മഴക്കെടുതി അനുഭവപ്പെട്ട നടുവഞ്ചേരി പഞ്ചായത്തും വെള്ളം കെട്ടിനിൽക്കുന്ന കരുമാപാളയം തോടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും കളക്ടർ ഡോക്ടർ എസ് എൻ മനീഷ് സന്ദർശിച്ചു. ഇതിനിടെ ഇന്ന് മധ്യകിഴക്കൻ അറബിക്കടലിലെ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ, തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ വടക്കുകിഴക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ, ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ കൊങ്കൺ ഗോവ തീരങ്ങൾ, അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ, ലക്ഷദ്വീപ് പ്രദേശം, മാലിദ്വീപ് പ്രദേശം, തെക്കുകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായതും കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 25-നും 26-നും തമിഴ്നാട് തീരം, ആന്ധ്രാപ്രദേശ് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ, ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്.